ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കറൻറ്റ് എനർജി ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. കറൻറ്റ് എനർജി ഓഫ് യുവർ പേഴ്സൺ. കറൻറ്റ് എനർജി ഓഫ് യുവർ പേഴ്സൺ പോസിറ്റീവായിട്ടിരിക്കണേ. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഇപ്പം തിരിഞ്ഞു. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന, പരസ്പരം അറിയാവുന്ന ആളുകൾ നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ചുറ്റും നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്നതാണ് 5 ഓഫ് വാണ്ട്സ് എന്ന് എനർജി പറയുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ടവറാണ്. ടവർ അവരുടെ മനസ്സിലൂടെ ഒരു വല്ലാത്ത കോൺഫ്ലിക്റ്റ് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതാണ് ടവർ എന്ന് പറയുന്ന കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഇത് മജീഷ്യൻ്റെ കാർഡാണ്. മജീഷ്യൻ ഓർ ദ ക്രിയേറ്ററാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാകാം, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ളിലൊരു ടവർ മൊമെൻറ്റ് നടന്നിട്ടുണ്ട് എങ്കിൽ ആ ടവർ മൊമെൻറ്റ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് അപവാദമോ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതിന് ശേഷമോ ഉണ്ടായിട്ടുള്ളൊരു ടവർ മൊമെൻ്റ് ആണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുകയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവാം, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അടുത്ത കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇയാൾക്ക് നിങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വരവ് അത്ര ശാശ്വതമായൊരു വരവല്ല. അയാൾ വരും, നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ഞാനിവിടേക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇയാൾ മടങ്ങിപ്പോകാനാണ് സാധ്യത. കാരണം നൈറ്റ് ഓഫ് സോഡ്സിന് പാഷനില്ല. അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോഴൊക്കെ ചിലപ്പോൾ ആർഗ്യുമെൻ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് വരുന്നതായിട്ടും അയാൾ ട്രാപ്ഡായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും തോന്നുന്നുണ്ട്. അയാൾ തന്നെ അതിലൊരു ബൗണ്ടറിക്കുള്ളിൽ വെച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. മിക്കവാറും ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ അയാളെ ട്രാപ്പ് ചെയ്തതാണ് എന്നൊരു ഫീലിങ്ങിൽ അയാൾ ഇരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.